ഓക്കെ, ആദിൽ പാലൂടിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. സംഗീതത്തിനൊപ്പം ഒരു കുടം മോരും കൂടി വിളമ്പി ഒരു സംഘം പാട്ടുകാർ. സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു ഈ വ്യത്യസ്തമായ കാഴ്ച. സംഗീതവും മോരും ഒരു ചേർച്ചയില്ലല്ലേ? സംഭവം എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നല്ല ഒന്നാം തരം പാട്ടും കേൾക്കാം, ഒപ്പം തണുത്ത മോരും കുടിക്കാം. നല്ല വേനൽ ചൂടിനൊപ്പം സെക്രട്ടേറിയറ്റിനു മുന്നിൽ ചൂടുപിടിച്ച് സമരം ചെയ്യുന്നവർക്കും ഇത് ആശ്വാസമായി. പാട്ടുകളുടെ കൂട്ടുകാരൻ എന്ന കൂട്ടായ്മയാണ് സംഗീതത്തിനൊപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മോര് വിളമ്പിയത്. രാവിലെ 9 മണി മുതൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന ആളുകൾ പാട്ട് കേൾക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മളിങ്ങനെ വെള്ളവും കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 2 മണി വരെ പാട്ടും വെള്ളവും ഇങ്ങനെ നടക്കുകയാണ്. ദാഹിച്ചെത്തുന്ന മനുഷ്യർക്ക് മാത്രമല്ല ഇവർ ദാഹമകറ്റുന്നത്. വരും ദിവസങ്ങളിൽ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൂട്ടായ്മ. ഇപ്പോൾ ഇവിടെ 1000 പേർക്കാണ് നമ്മൾ ദാഹജലം കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 25 കേന്ദ്രങ്ങൾ പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്ന സംഗതി. അത് കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ കോർപ്പറേഷനിലെ മുഴുവൻ ശുചീകരണ തൊഴിലാളികൾക്ക് ദാഹജലം കൊടുക്കുന്ന ഒരു സംഗതിയാണ് പ്ലാനിംഗ് ഉള്ളത്. പാട്ടിന്റെ കൂട്ടുകാർ വിളമ്പുന്ന ഈ ഒരു കുടം മോര ഇവിടെ സമരം ചെയ്യുന്നവർക്കും ഒപ്പം ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്കും ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്കും വലിയ ഉപകാരമാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദുവിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അപ്പോൾ പാട്ടും കണ്ടു, മോര് കുടിക്കുന്നത് കണ്ടു.